അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെളുത്തുള്ളിയും മുട്ടയും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി അലുകളും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 നുള്ളുപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പം മുട്ട അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ മുട്ടയെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ്. ഉപ്പുള്ള ബട്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിലെല്ലാം ഉപ്പിൻ്റെ അളവ് കുറച്ചെടുക്കുക. നല്ലതുപോലെ പാൻ ഒന്ന് ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഫ്ലെയിം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ബട്ടർ കരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇത് ബട്ടർ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എണ്ണ എടുത്താലും മതിയാവും. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, കുരുമുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ മുട്ട ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചിക്കിയെടുക്കാം. ഒരുപാടിട്ട് പൊടിച്ചൊന്നും എടുക്കരുത്. ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ഒന്ന് സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ തടുത്ത് വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഈ മുട്ട കിട്ടണം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. മുട്ട അങ്ങ് ഒരുപാട് ഓവറായിട്ടങ്ങ് വെന്ത് പോകരുത്, എന്നാൽ പിന്നെ ഇത് ഹാർഡായി പോകും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 80% ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതിയാവും. ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് ചെറിയ പീസുകളാവരുത്, അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. മുട്ട ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഹാർഡാക്കി വേവിച്ചെടുക്കരുത്. ചെറിയൊരു ഈർപ്പം വേണം. അപ്പോൾ ഒരു 80% കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ പാൻ നല്ല ചൂടാണ്. ഈ പാനിൽ നിന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ എടുത്താലും മതി. ബട്ടർ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പാനൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബട്ടർ കരിഞ്ഞു പോകും. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലികളാണ്. ഞാനിപ്പോൾ വലിയ വെളുത്തുള്ളി ഒരു 6 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. തീരെ പൊടി ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ 12 എണ്ണമൊക്കെ എടുക്കുക. ഇനി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത്. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടണം. 1-2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങ് വെളുത്തുള്ളി അങ്ങ് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണമാണ്, ആ വെളുത്തുള്ളിയും ബട്ടറിൻ്റെയൊക്കെ നല്ലൊരു മണമാണ് കിച്ചൺ മുഴുവനും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുത്താലും മതി. ഇനി കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഈ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയപ്പോൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നല്ല തിളപ്പിച്ച് ആറിയ പാലാണ്. തിളപ്പിച്ചിട്ടെടുക്കുക. ചിലപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചപ്പാലൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ പാൽ വേണം എടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. പാലും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി. പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ചിലർക്ക് പാൽ ഇഷ്ടം ഉണ്ടാവില്ല, മുട്ടയും പാലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് സാധാരണ പച്ചവെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പാലും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സോസൊക്കെ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, പാസ്തയൊക്കെ നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോൾ അതുപോലെയാണ് ഇതും ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബട്ടറിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഉപ്പ് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്, പിന്നെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളകാണ്, ചില്ലി ഫ്ലേക്സ് ആണ്. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സും കൂടെ ഇടുക. സാധാരണ ചില്ലി ഫ്ലേക്സ് ഇതിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ചില്ലി ഫ്ലേക്സ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽ മുളക് എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അതാണ് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 നുള്ള് ഒർഗാനോ ആണ്. ഒർഗാനോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൽ സാധാരണ ഒർഗാനോ ചേർത്ത് കൊടുക്കും. അപ്പം ഒർഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാഗിയിലുള്ള മസാല ഇല്ലേ, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഉപ്പൊക്കെ കൊണ്ടൊന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന സോസിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചിക്കി വെച്ചില്ലേ, അത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നും പുട്ടും ഇടിയപ്പം ഇഡ്ഡലി ദോശ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് മിക്സാക്കി അങ്ങ് പൊടിച്ചെടുക്കരുത്. ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ആ ചൂടോടുകൂടി തന്നെ കഴിക്കുക. നമ്മൾ പാസ്തയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുന്നത്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിതറി കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് വെറുതെ കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്